വെൽക്കം ടു മൈ ചാനൽ ട്രാവൽ ആൻഡ് ടെക്സ്റ്റൈൽസ് ബൈ മൃദു. എല്ലാവർക്കും എൻ്റെ സബ്സ്ക്രൈബേഴ്സിനും വീഡിയോ വാച്ച് ചെയ്യുന്നവർക്കും എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഫ്രൂട്ട് കേക്കാണ്. ട്യൂട്ടി ഫ്രൂട്ടി ചെറീസ് എല്ലാം ഉപയോഗിച്ചിട്ടുണ്ടാക്കുന്ന ഒരു എഗ്ലെസ് ഫ്രൂട്ട് കേക്ക്. സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ കുറച്ച് മാത്രം ഇൻഗ്രീഡിയൻസ് വെച്ച് ഉണ്ടാക്കുന്ന ഒരു ഫ്രൂട്ട് കേക്ക്. ടൈം ലിമിറ്റ് കാരണം ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഫ്രൂട്ട്സ് ഒന്നും സോക്ക് ചെയ്യുന്നില്ല. പൗഡർ ഷുഗറിൽ കുറച്ച് സിനമൻ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് പ്ലം കേക്കിന്റെ ചെറിയൊരു ഫ്ലേവർ കിട്ടും. 3/4 കപ്പ് മൈദ, പൗഡർ ഷുഗർ 1/2 കപ്പ്, ഞാൻ സിനമൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. 1/4 കപ്പ് കൊക്കോ പൗഡർ, കുറച്ച് വാനില എസൻസ് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്, ബേക്കിംഗ് പൗഡർ 1/2 ടീസ്പൂൺ മതിയാകും, ബേക്കിംഗ് സോഡ 1/4 ടീസ്പൂൺ മതിയാകും, പാൽ വേണം, പാലൊരു 1/2 കപ്പ്, ബട്ടർ മിൽക്ക് ഉണ്ടാക്കാനുണ്ട്. ഇതിലേക്ക് കുറച്ച് വിനീഗർ ഒഴിച്ചിട്ട് നമുക്ക് ഫസ്റ്റ് ബട്ടർ മിൽക്ക് ഉണ്ടാക്കാം. അതിനുശേഷം നമുക്ക് കേക്ക് ഉണ്ടാക്കാം. ഇതാണ് മോൾഡ്, ചെറിയ കുഞ്ഞു മോളാണ്. ലൈനിങ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു ബട്ടർ പേപ്പർ ഇട്ട് കട്ട് ചെയ്തിട്ട് ഞാൻ അതിനകത്ത് ഇങ്ങനെ ലൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഫസ്റ്റ് നമുക്ക് ഫ്ലോർ, കോക്കോ പൗഡർ, പൗഡർ ഷുഗർ ഇതെല്ലാം ചേർത്ത് സീവ് ചെയ്തതിന് ശേഷം ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ ഇതെല്ലാം ഞാൻ മെഷർമെൻറ്റ് ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് സീവ് ചെയ്ത് കൊടുക്കാം. ഇതിന് ശേഷം ആദ്യം നമ്മൾ എടുത്ത് വെച്ചിരുന്ന ബട്ടർ മിൽക്ക് ഉണ്ടല്ലോ, അതൊന്ന് ചെറുതായിട്ട് പിരിഞ്ഞ പോലെ ഉണ്ടാകും വിനീഗർ ചേർത്തതുകൊണ്ട്. അത് കറക്റ്റായിട്ടൊരു 1/2 കപ്പ് എടുത്തിട്ട് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം എണ്ണ, വെളിച്ചെണ്ണ ഉപയോഗിക്കരുത്, സാധാരണ ഏതെങ്കിലും ഫ്ലേവർ ഇല്ലാത്ത എണ്ണ അതും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഒരു 1/2 കപ്പ് മതിയാകും. പിന്നെ നമ്മുടെ ട്യൂട്ടി ഫ്രൂട്ടി അത് ജസ്റ്റ് ഒന്ന് ഈ ഫ്ലോറിലേക്ക് മിക്സ് ചെയ്തിട്ട് ഒന്ന് ടോസ് ചെയ്ത് കൊടുത്താൽ മതി. എന്നാൽ പിന്നെ അത് സിങ്ക് ആവില്ല, അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ മിക്സ് ചെയ്തിട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ ഓയിൽ ഒഴിച്ചു, ബട്ടർ മിൽക്കും കൂടെ മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് ബീറ്ററിൻ്റെ ആവശ്യമൊന്നുമില്ല, നമുക്ക് ഈ സ്പാച്ചുല കൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നന്നായി ടാപ്പ് ചെയ്യണം, അതിൻ്റെ ബബിൾസ് എല്ലാം പൊട്ടാൻ വേണ്ടിയിട്ട്. അതിന് ശേഷം നമ്മുടെ ഡ്യൂട്ടി ഫ്രൂട്ടി ചെറി മിക്സ് ടോസ് ചെയ്ത് വെച്ചത് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് മോൾഡിലേക്ക്, ലൈൻ ചെയ്ത് വെച്ചിരുന്ന മോൾഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. നേരെ ബേക്കിംഗ് ഓവനിലേക്ക് വെക്കുക, അല്ലെങ്കിൽ പാനിൽ വെച്ചാലും മതിയാകും. പ്രീ ഹീറ്റ് ചെയ്യേണ്ടത് 5 to 7 minutes ആണ്. അതിലേക്ക് ഒരു സ്റ്റാൻഡ് വെച്ചിട്ട് അതിലേക്ക് നമുക്കിത് വെച്ച് കൊടുക്കാം. ഒരു 1-1.5 മാക്സിമം. എനിക്ക് എൻ്റെ ഈ മൗൾഡ് കുറച്ച് ഹൈറ്റ് ഉള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നുണ്ട്. ഞാൻ 1 hour എക്സ്പെക്റ്റ് ചെയ്തത്, പക്ഷേ എനിക്കൊരു 1.25 മണിക്കൂർ വേണ്ടി വന്നു കേട്ടോ. ഞാൻ കുറച്ച് ലോയിലാണ് വെച്ചിരുന്നത്, കാരണം ഹൈറ്റ് ഉള്ളതുകൊണ്ട് പെട്ടെന്ന് അടിഭാഗം കരിഞ്ഞു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ലോയിൽ വെച്ചത് കൊണ്ട് എനിക്ക് 1.25. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ.